ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമീസ് വ്ലോഗ്. ഇന്ന് അവിടെ കാണിക്കുന്നത് ബെൻഡോ കേക്ക് അഥവാ കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക്. അതിന്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ഇഞ്ചിന്റെ പാനിൽ സ്ക്വയർ കേക്കാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് 2 ബെൻഡോ കേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ 2 ചെറിയ കേക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ അത് മുകൾ ഭാഗത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കുറച്ച് പൊന്തി നിൽക്കുന്ന ഭാഗമാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ 2 ബെൻഡോ കേക്കിന് ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കുഞ്ഞ 2 കേക്കുകളും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 3 ലെയറായിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ ഒരു ബേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ ലെവലിൽ ഇതിന് ബേസ് ഒന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അവർക്ക് ബേസ് വെച്ചിട്ട് തന്നെ തയ്യാറാക്കി എടുക്കണം, വേറെ എന്തൊക്കെ സെറ്റ് ചെയ്യാണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ബേസ് വെച്ച് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്ത് നമുക്ക് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് പാലും ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടിയിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. പിന്നെ അത് കൂടാണ്ട് തന്നെ ക്രീമിലും നമ്മൾ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമായിട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ളത് അതും കൂടി ആഡ് ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ. അത് ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ ബെൻഡോ കേക്ക്, ലഞ്ച് ബോക്സ് കേക്ക് എന്നൊക്കെ പറയുന്നത്. സാധാരണ ഗതിയിൽ ബെൻഡോ കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മളിപ്പോൾ ബേസ് ഇല്ലാതെയാണ് തയ്യാറാക്കി എടുക്കുക. നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് തയ്യാറാക്കിയതിന് ശേഷം ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുത്തിട്ട് അതിന്റെ ബോക്സിൽ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യാട്ടാ. അപ്പൊ ഇത് ഇവർക്ക് ബേസ് വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ചെറിയതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ബേസ് ഉള്ളതുകൊണ്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബേസ് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയൂട്ടാം. അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇളകി ഇളകി നിൽക്കണ കാരണം. അപ്പോൾ കുറച്ച് നട്ട്സൊക്കെ അധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റത്തെ ബാച്ചും കൂടി വെച്ച് കൊടുക്കാണ് കേട്ടോ. ലാസ്റ്റത്തെ ബാച്ചിൽ ഷുഗർ സിറപ്പ് അതിൽ വെക്കണ മുന്നേ തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാരണ ഗതിയിൽ ബെൻഡോ കേക്ക് തയ്യാറാക്കുമ്പോൾ ക്രീം കോട്ടിങ്ങും ഫിനിഷിംഗ് വർക്കും ഒക്കെ അപ്പൾക്കപ്പം തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. പക്ഷെ ഇത് അവർക്ക് ഞാൻ തലേദിവസം രാത്രിയാണ് ചെയ്തെടുക്കുന്നത്. അവർക്ക് പിറ്റേ ദിവസം ഉച്ചക്ക് മതി. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ധൃതിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് രാവിലെ ബാക്കി വർക്കുകൾ ചെയ്യാന്ന് വിചാരിച്ചു. കൂടാതെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ 2 വർക്കും കൂടി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് ഒന്ന് എനിക്കുള്ളതാണ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയിട്ട് ചെറുത് ഏതായാലും കേക്ക് തയ്യാറാക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ കൂട്ടത്തിൽ ഞങ്ങൾക്കും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരെണ്ണം കൂടി തയ്യാറാക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2 കുഞ്ഞു കേക്കുകളും കൂടി അത് വെറുതെ തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പൊ അവർക്കൊരു ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ബേസ് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പൊ ഇതിന് ഞാൻ ബേസ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. അത് നമ്മുടെ വീട്ടിലേക്കുള്ളതാണല്ലോ. പിന്നെ അതിന്റെ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബെൻഡോ കേക്കിന്റെ. അപ്പൊ അതുകൊണ്ട് അതിൽ വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. സാധാരണ പോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്യുക, കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക, പിന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുക. അതങ്ങനെ തുടർന്നുകൊണ്ട് പോവാണ് കേട്ടോ. പിന്നെ 2 കുട്ടി കേക്കും കൂടി ചെയ്യുന്നുണ്ട്. അത് മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അവർക്ക് ഒരു ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതും കൂടി ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്, ക്രീം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ 2ഉം കൂടി ഒരു പ്ലേറ്റിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതാണ് കുട്ടി കേക്കുകൾ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആ കുട്ടി കേക്കുകളും തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിന് ബേസ് ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഞാൻ കസ്റ്റമറിന് വേണ്ടി പറഞ്ഞ കേക്കാണ്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് ചുറ്റിലും ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിൽ ക്രീം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അവര് പറഞ്ഞൊരു ഏകദേശം കളറാണ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ കളർ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞവര് മുകളിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വർക്ക് തീരും കേട്ടോ. അപ്പൊ അത് വലിയ കേക്കായാലും ഈ ഒരു കേക്കായാലും നമുക്ക് പെട്ടെന്ന് തന്നെ തീരും. ഇതിപ്പോ ആ ഒരു ബേസ് പിടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. അതങ്ങനെ ഇളകി ഇളകി നിൽക്കും. അതുകൊണ്ട് നമ്മിങ്ങനെ പിടിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കണം. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ബെൻഡോ കേക്ക് തയ്യാറാക്കാനുള്ള കേക്ക് ടീനൊക്കെ വേറെ ഉണ്ട്. അപ്പൊ ഇതിലാവുമ്പോൾ നമുക്ക് 2 ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ തനിച്ചാവുമ്പോ കേക്ക് തയ്യാറാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഹസ്ബൻഡ് ഒരു നിർബന്ധ പ്രകാരമാണ് എനിക്കും കൂടിയുള്ള ഒരു കേക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അതൊരു കുട്ടി കേക്കല്ല. അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയൊരു പീസും കഴിക്കാം, ബാക്കി മക്കൾക്ക് കഴിക്കാലോ. അങ്ങനെ അത് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മറ്റേ കേക്കും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെൻഡോ കേക്കും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ അതില് വൈറ്റ് കളറൊന്നും ഏടാക്കുന്നില്ല. വൈറ്റ് വലിയ ഫിനിഷിംഗ് ഒന്നും വരുത്തുന്നില്ല കേട്ടോ. അങ്ങനെ വൈറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് അതിന്റെ ഒരു വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്.
അധികം ഫിനിഷിംഗ് ഒന്നും വരുത്തുന്നത് നമ്മളെ വീട്ടിലേക്കുള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഫിനിഷിംഗ് ഒന്നും വേണ്ട. അപ്പൊ അതിലത്തെ ബട്ടർ പേപ്പർ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടാ. ബെൻഡോ കേക്ക്, കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് എന്നൊക്കെ പറയുമ്പോ എന്താവും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇത് സിമ്പിൾ ആണ് കേട്ടാ. നമ്മൾ സാധാരണ തയ്യാറാക്കി എടുക്കുന്ന കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ലഞ്ച് ബോക്സിന്റെ ഒരു അളവിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇതിന് സെപ്പറേറ്റ് ബോക്സ് ഒക്കെ ഉണ്ട്. ഇവർക്ക് ബോക്സ് അങ്ങനത്തെ ബോക്സിൽ വേണ്ട, അവർക്ക് ഇങ്ങനെ ഈ ഒരു ബേസ് വെച്ചിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോ ആ ബേസ് എന്തായാലും ആ ബോക്സിൽ വെക്കാൻ പറ്റില്ല, ആ ബേസിന്റെ അളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടാ. ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ബെൻഡോ കേക്കിന്റെ ബോക്സിൽ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത്. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ടീസ്പൂൺ വെച്ചിട്ട് ഒരു വർക്കാണ് ചുറ്റിലും ചെയ്ത് കൊടുക്കുന്നത്. എളുപ്പം കഴിയും ചെയ്യും, കാണാനും ഭംഗിയാണ് കേട്ടാ ഇത്. അങ്ങനെ ആ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത് നമുക്ക് ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടാ. അപ്പൊ അടുത്ത കുട്ടി കേക്കിന്റെ വർക്കാണ് പിന്നെ ചെയ്യുന്നത്. ഇത് മക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും കേക്ക് ബാക്കിയാണ്, അപ്പൊ അങ്ങനെ തിന്നേക്കാളും ഇങ്ങനെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് തിന്നുമ്പോ അവർക്കൊരു സന്തോഷമല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ. അവർക്കിത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ട്, രണ്ട് കുട്ടി കേക്കുകളല്ലേ, അപ്പൊ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടാ. അപ്പൊ ഇതിന്റെ ചുറ്റിലും ഞാൻ ഈ ടീസ്പൂൺ വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ. വല്ലാണ്ടൊന്നും ഇതുമ്മ കളിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വർക്ക് ആകുമ്പോ കാണാനും ഭംഗിയാണ്, എളുപ്പം കഴിയുകയും ചെയ്യുമല്ലോ നമുക്ക്. അതുകൊണ്ട് ഇങ്ങനത്തെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടെണ്ണം കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് കുട്ടിക്കേക്കും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ കേക്കിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇനി ഫിനിഷിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബെൻഡോ കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഫുൾ ആയിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഷേപ്പുകൾ കൊടുക്കാനാണ് കേട്ടാ. അപ്പൊ ബ്രൗൺ കളറിലും സെയിം കളറിലാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്റെ അടുത്ത് ബ്രൗൺ കളർ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ക്രീമിൽ ഇതുപോലെ ചോക്ലേറ്റ് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തിട്ട് ആഡ് ആക്കിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു കളറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഷേപ്പ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ തന്ന ഇതില് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ ഫുൾ ആയിട്ട് തന്നെ ഈ ഒരു ഹാർട്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഈ ഒരു വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടാ. അപ്പൊ ഫുൾ ആയിട്ട് തന്നെ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാന് നമ്മുടെ കേക്കും കൂടി എടുത്തിട്ടുണ്ട്. വീട്ടിലേക്കുള്ള കേക്ക് തയ്യാറാക്കിയത് എടുത്തിട്ടുണ്ട്. ഇതാണ് ലഞ്ച് ബോക്സിന്റെ കേക്ക്. അപ്പൊ അതിൽ ഞങ്ങളുടെ പേരാണ് എഴുതുന്നത്. നിഷാദ് സജന എന്നാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേക്കുമ്പോൾ പേര് എഴുതുന്നത്. എനിക്ക് അങ്ങനെ പേര് എഴുതുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്കുള്ളതല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് എങ്ങനെ ആയാലും. അപ്പൊ അതിലും കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഷേപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മക്കൾക്ക് തയ്യാറാക്കിയ കേക്കാണ്. അതിലും ഒരു ഹാർട്ട് ഷേപ്പ് കൊടുത്തിട്ട് അവരുടെ പേരാണ്, അവരുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് എഴുതുന്നത്. ഒന്നില് മുന്നീന്നും ഒന്നില് മിന്നൂന്നും ആണ് എഴുതുന്നത്. അടുത്തേലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട്, അവര് സ്കൂളിൽ പോയ ടൈമിലാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്. വന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇതിൽ മിന്നൂന്നാണ് എഴുതുന്നത്. രണ്ടാമത്തെ മോളെ വിളിക്കുക മിന്നൂന്നാണ്, മൂത്താളെ വിളിക്കുക മുന്നീന്നാണ് കേട്ടാ. അപ്പൊ അവരുടെ അങ്ങനെ വിളിക്കുന്ന പേരാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ 4 കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബെൻഡോ കേക്ക് 4ഉം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടാ. അങ്ങനെ വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ബെൻഡോ കേക്ക് അഥവാ ലഞ്ച് ബോക്സ് കേക്കിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചത്. അപ്പൊ നമ്മുടെ ഓർഡർ ആയിട്ടുള്ള കേക്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു ബോക്സിലാട്ടോ ഞാൻ ഇത് സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ അത് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമന്റ് ബോക്സിൽ ഹൈപ്പും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്